ഞാൻ യഥാർത്ഥത്തിൽ കുറേ വിഷയങ്ങൾ പറയാം. പിന്നെ ഞാൻ കോൺഗ്രസ് അധികാരത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലുള്ള ഭരണം മാറി മറ്റൊരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വരാനുള്ള ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. തുടർച്ചയായി ഇങ്ങനെ ഭരിച്ചാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ദോഷമേ ഉണ്ടാവും. അപ്പോൾ CPM ഇവിടെ നിലനിൽക്കണമെങ്കിൽ അധികാരം ഒന്ന് മാറി വരുന്നത് നല്ലതാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആ അധികാരം, അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ സംസാരം കൂടുതലും കോൺഗ്രസിന് വേണ്ടി ആകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അത് പിന്നെ എനിക്ക് കോൺഗ്രസ് ചേർന്നാൽ മതി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട നേതാക്കന്മാരാണ് കോൺഗ്രസിൽ ഒരുപാടുള്ളത്. ഇന്നത്തെ പരിപാടിക്ക് ഞാൻ വിളിച്ചേക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ സൗഹൃദം ഉണ്ടായതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ഞാൻ മത്സരിക്കുന്നതൊന്നും അല്ല. അതല്ല, ഇനി നാളെ പാർട്ടി പറയുകയാണ് ഞാൻ അഖിൽ മത്സരിച്ചാൽ പാർട്ടിക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് പാർട്ടിക്ക് തോന്നിയാൽ, കോൺഗ്രസ് പാർട്ടിക്ക് തോന്നുകയും അവരങ്ങനെ തീരുമാനിക്കുകയും ചെയ്താൽ അപ്പോഴെനിക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കണം, നമ്മുടെ ഫാമിലി നോക്കണം, നമ്മളെ ഇപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനമ്മ സുഖമില്ലായിരിക്കുകയാണ്, എൻ്റെ വൈഫ് 2 കുട്ടികൾ, ഇവരുടെ കാര്യം ഞാൻ നോക്കണം. നമ്മൾ പടയെന്ന് പറഞ്ഞിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നിലയ്ക്കുകയും നമ്മുടെ വരുമാനം വലിയൊരു വിഭാഗത്തിന് പ്രയോജനപ്പെടുന്നത് ചെയ്യുകയും വേണം. അപ്പോൾ അതൊക്കെ നോക്കണ്ടേ. മാത്രമല്ല ഇപ്പോൾ എനിക്ക് സിനിമയിൽ അവസരങ്ങൾ വരുന്ന സമയമാണ്. ഞാൻ വിചാരിച്ചാൽ ഒരു സിനിമ സംവിധാനം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു അഭിനയിച്ച സിനിമ പുറത്തിറങ്ങുന്നു. അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ തയ്യാറായിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും സംവിധായകന്മാർ റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. എല്ലാ സെലിബ്രിറ്റീസും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂടുതൽ നല്ലതല്ലേ നീ അവലോകനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതുപോലത്തെ ഒരു സിനിമ എടുക്കുമ്പോൾ ഇന്ന് അത് എടുത്താൽ ഹിറ്റാവുമെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, ഒരുപക്ഷെ അന്നും ആ സിനിമ വിജയിച്ചേനെ. അത് 2 കാരണങ്ങളുണ്ട്. ഒമിക്രോൺ സമയത്താണ് ആ സിനിമ റിലീസായത്. 2, ഞാൻ ആ സിനിമയിൽ പറഞ്ഞിരുന്ന വിഷയങ്ങളെല്ലാം ജനം കോഡ് വന്നപ്പോൾ മറന്നുപോയി. അപ്പം നമ്മുടെ രാഷ്ട്രീയ സിനാരിയോ മാറിപ്പോയി. ഞാൻ തെരഞ്ഞെടുപ്പിന് മുന്നേ റിലീസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് എഴുതിയൊരു പൊളിറ്റിക്കൽ സറ്റയറായിരുന്നു. അത് മാത്രമായിരുന്നു. അതായത് ഇപ്പം ശബരിമല സീസൺ ആകുന്ന സമയത്ത് നമ്മൾ കറുത്ത കയ്യിൽ മേടിച്ച് വയ്ക്കും. ഇത് സീസൺ കഴിഞ്ഞിട്ട് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അവസ്ഥ? ഒരിക്കലും വിറ്റ് പോകത്തില്ല, കാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞ് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രമേയം അടിസ്ഥാനപ്പെടുത്തി അത് സറ്റയറായിട്ട് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് മുന്നേ 2 മാസം മുന്നേ സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് മുമ്പ് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. കോവിഡ് പിന്നെ നമ്മൾ റിലീസ് ചെയ്തൊക്കെ ഒമിക്രോൺ സമയത്തും സാഹചര്യങ്ങളൊക്കെ മാറി. അതൊക്കെയായിരുന്നു അതിൻ്റെ അന്നത്തെ പ്രശ്നം. പക്ഷേ അതിൻ്റെ ഒരുപാട് കണ്ടന്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, ഓടുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അഖിൽമാരർ ഇപ്പോൾ പറയണ ഓരോ കാര്യങ്ങളിലും കൂടുതലും വിമർശനത്തിന് വിധേയമാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിമിഷപ്രിയൻ്റെ പോസ്റ്റിലും അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റേ ആദ്യം ഒരു ഹിന്ദു പെൺകുട്ടി എന്ന് പറഞ്ഞു. ഞാൻ 3 മിനിറ്റ്, അതായത് അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് പറയാമോ? അപ്പം നമ്മൾ കേട്ടതും അറിഞ്ഞതും മുഴുവൻ ഹിന്ദു പെൺകുട്ടി എന്ന് തന്നെയാണ്. അപ്പോൾ ഹിന്ദു പെൺകുട്ടിക്ക് വേണ്ടി ഒരു മുസ്ലിം മതപുരോഹിതൻ ഇടപെടുമ്പോൾ അതിന് കുറച്ചൊരു മൂല്യം കൂടും. നാട്ടിൽ അതാണല്ലോ കുറച്ചൊരു മൂല്യം കൂടുന്നത്. അപ്പം ഞാനിത് എഴുതിയപ്പോഴേ ആരോ എന്നോട് പറഞ്ഞു അത് ഹിന്ദു അല്ല, അത് ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോഴും അറിയില്ല ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് എനിക്കറിയില്ല. ആരൊക്കെ പറയുന്നു ആ കുട്ടി കല്യാണം കഴിച്ചതിന് ശേഷം ക്രിസ്ത്യൻ ആയതാണെന്ന്. ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മനുഷ്യന് വേണ്ടിയിട്ട് ഒരു മതപുരോഹിതൻ ഇടപെടുകയാണ്. സാധാരണ അവരെ പണി അതല്ലല്ലോ, അതിൻ്റെ ഭംഗി അവിടെയാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഇടപെടുന്നത് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. 94 വയസ്സുള്ള കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെടുമ്പോൾ ഉള്ള മഹത്വം എന്ന് പറയുന്നത് 2 ഗുണമുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു അടി കൂടിയാണ്. ഇവിടെ നമ്മളെല്ലാം മനുഷ്യരാണെന്ന് തോന്നിപ്പിക്കുന്നൊരു തോന്നൽ കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അതെന്ത് ബോധമില്ലാത്തമാർ എന്തെങ്കിലും പറയുന്നത് ഞാനൊന്നും നമുക്ക് ഈ സിനിമയിൽ വരാം. എന്താ ഈ സിനിമയ്ക്ക് ഈ മുള്ളൻകൊല്ലി പറയുന്നത്? മോഹൻലാൽ നാരൻ സിനിമയിലെ ഒരു ഇതാണ്. ഇപ്പോൾ വയനാട് അതൊന്നുമല്ല. അല്ല, ഇത് മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, ഒരു സാങ്കല്പിക പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. പല കൊലപാതകങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോകുന്ന അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും അങ്ങനെ പോലൊരു സബ്ജക്റ്റ്. ഡിറ്റക്റ്റീവ് സബ്ജക്റ്റാണ്. ഒരു സൈക്കോ ത്രില്ലർ സിനിമ. അഖിൽമാരെ സംവിധാനം ചെയ്യണ ഒരു സിനിമ ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലൊക്കെയാണ്. എനിക്ക് ഫ്രീ ആവാനുള്ള സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യണം. എൻ്റെ അടുത്ത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാം റെഡിയായിട്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സുകൊണ്ട് ഫ്രീ ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ 6 മാസമെങ്കിലും നമ്മൾ അതിലേക്ക് പൂർണ്ണമായി മാറ്റി വെക്കണം. ഇപ്പോൾ എൻ്റെ പല പ്രോഗ്രാമുകളും കമ്മിറ്റഡ് ആയിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി അതെനിക്ക് പ്രയോജനപ്പെടുന്നൊരു സമയമായതുകൊണ്ട് ചാടി ഇറങ്ങി സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്നുള്ളതാണ്. പൊളിറ്റിക്കൽ സാറ്റയർ അല്ലല്ലോ, ഒരിക്കലും കുറച്ചുകൂടെ വലിയൊരു കൊമേഴ്സ്യൽ പടമായിരുന്നു. സാർക്ക് തന്നെ ഓർമ്മയുണ്ടോ?